ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് നമ്മുടെ മേട്ടൂർ ഡാമിൻ്റെ അടുത്തായിരുന്നു. നമ്മുടെ കഴിഞ്ഞ വീഡിയോ നമ്മുടെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ കൊച്ചിയിലേക്കുള്ള ട്രിപ്പിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ മേട്ടൂരിൽ നിന്ന് നമ്മൾ നാട്ടിലേക്ക്, അത് കൊച്ചിയിലേക്കുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് വീഡിയോയിൽ കൂടി കാണാം. ഈ മാതേശ്വരൻ ഹിൽസിൽ വലത്തോട്ടേക്ക് മേട്ടൂർ ഡാമിൻ്റെ അടുത്തേക്ക് പോകുന്ന വഴിയിലാവൊരു നമ്മുടെ വീരപ്പൻ്റെ സമാധി ഉള്ളത്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ പോകണമെന്ന് വിചാരിച്ചായിരുന്നു, പക്ഷെ പറ്റൂല. ഇനിയിപ്പോ അടുത്ത പ്രാവശ്യം ആക്കാം. ഹേർഡ് സൺ, അടിപൊളി പേരല്ല ഈ സ്ഥലത്തിന്റെ, ഹേർഡ് സൺ. ഇതിനപ്പുറം നമ്മുടെ വീരപ്പന്റെ സത്യമംഗലം. പ്രകൃതി ഭംഗിയാൽ നിറഞ്ഞു കിടക്കുന്ന മേട്ടൂർ ഗ്രാമങ്ങൾ. ഈ രണ്ടാമത്തെ മേട്ടൂർ കഴിഞ്ഞിട്ടുള്ള ടോൾ ബൂത്തിന്റെ പണി ഭയങ്കര ഫാസ്റ്റിൽ നടന്നു വരുന്നുണ്ട്. പെട്ടെന്ന് പൈസ വാങ്ങേണ്ടതുകൊണ്ട് അവർ പെട്ടെന്ന് പണി തീർത്തിട്ട് റെഡിയാക്കുന്നുണ്ട്. ടോൾ തുടങ്ങിയോന്ന് അറിയില്ല. പച്ച ലൈറ്റൊക്കെ കത്തുന്നുണ്ട്. അത് ഇതുവഴി പോകാനുള്ള പച്ച ലൈറ്റാന്ന് തോന്നുന്നുണ്ട്. പണി നടക്കുമ്പോൾ മറ്റേ രണ്ട് ലൈൻ അവർ ക്ലോസ് ചെയ്തിട്ട്, അപ്പം അടുത്ത് തന്നെ ഇത് സ്റ്റാർട്ടാവും. കുറേയൊന്നും ആവില്ല അങ്ങനെ തോന്നുന്നത്. എടപ്പാടിയിലേക്ക് ഇവിടെ നിന്ന് ലെഫ്റ്റാണ് പോകേണ്ടത്, നേരെ ഭവാനി. അപ്പൊ നമ്മൾ ഭവാനി എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്ന് കയറി ഹൈവേയിലേക്ക് ടച്ച് ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നേരെ കോയമ്പത്തൂരേക്ക് പോകണം. അവിനാശി 40, പെരുമ്പനല്ലൂർ 27, പെരുന്തുറൈ ബൈപ്പാസ്. അപ്പൊ ഞാൻ ഇപ്പൊ കോയമ്പത്തൂർ ബോർഡർ വാളയാർ എത്തിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഞാൻ പെരുന്തുറയിന്ന് ഭക്ഷണം കഴിക്കാണ്ട് ഇങ്ങനെ അടിച്ചു വിട്ടതാന്ന്. ഇവിടെ നോക്കുമ്പോൾ എന്തായാലും സ്പെഷ്യൽ ഉണ്ടാവുന്ന എനിക്കറിയാം. അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ സ്പെഷ്യൽ തന്നെ. അതും വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര വ്യൂ ആണ്. നേരെ നമ്മുടെ സഹ്യപർവ്വതം കണ്ടിട്ട് ഭക്ഷണം കഴിക്കുന്നത്. അതായത് എന്താ പറയാ, വാക്കുകളില്ല, അങ്ങനത്തെ ഒരു സംഭവം ഇവിടെ. ആ വ്യൂ. ഇവിടെ നാട്ടിലെ ചോറും കുറച്ചായി നാട്ടിലെ ചോറ് കഴിക്കാത്ത. അപ്പൊ അതെല്ലാം കൂട്ടിട്ടൊരു അടിക്കണം. അപ്പൊ അതിനുവേണ്ടി ഞാൻ ഈ വാളയാർ വരെ ഓടിച്ചെത്തിയത്. നല്ല മത്തി ഫ്രൈ കൂടി കിട്ടിയിട്ടുണ്ട് പപ്പടത്തിന്റെ കൂടെ. അപ്പൊ ഇതാണ് ഹോട്ടൽ. ഏകദേശം വാളയാർ അടുത്താണ് ഹോട്ടലുള്ളത്. അപ്പോ ഇവര് മലയാളികൾ തന്നെയാണ് നടത്തുന്നത്. ഇപ്പൊ അടുത്തായിട്ട് ഇവർ തുടങ്ങിയതാണ്. വാളയാർ ചെക്ക് പോസ്റ്റ് ഏകദേശം വാളയാർ ആ കാണുന്ന ദൂരത്തിലേ ഉള്ളൂ. തമിഴ്നാടിന്റെ ലാസ്റ്റ് ഭാഗം. നമ്മൾ കേരളത്തിലേക്ക് കിടക്കുക. വെൽക്കം ടു കേരള. കീപ് ടു ലെഫ്റ്റ് ലൈൻ, പെനാൽറ്റി 1000. ബസ്സന്നെ പേടിപ്പിക്കലാണ് ഇവർ ചെയ്യുന്നത്. എനിക്കിപ്പോ ഒരാളെ വാളയാർന്ന് ഒരാളെ കിട്ടിയിട്ടുണ്ട്. അപ്പോ മലയാളിയാന്ന് എനിക്ക് തോന്നിയാലും ഞാൻ നിർത്തി വണ്ടി. അപ്പൊ എവിടത്തേക്കാന്ന് വെച്ചിട്ടും പറഞ്ഞു ഞാൻ കൊച്ചിയിലേക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പോകുന്ന കൊച്ചിയിൽ എറണാകുളത്തേക്കാണല്ലോ. അപ്പൊ ഞാൻ കരുതിയതായാലും എന്നാ പിന്നെ ഒരു സംസാരിക്കാൻ ഒരാളാവുമല്ലോ, തുണയാവുമല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ കയറാൻ പറഞ്ഞു. അങ്ങനെ പുള്ളി വീടുണ്ട്. ഏതായാലും പുള്ളി തന്നെ ഒന്ന് കാണും, പരിചയപ്പെടാം. ഏതായാലും നിങ്ങൾക്ക് പരിചയപ്പെടാം. ഓക്കെ, ഹായ് ഗൈസ്. ഞാനിപ്പോ കുറെ നാളായിട്ട്, എന്റെ പേര് ബേസിൽ, ഞാൻ നെഹ്റുവിലാണ് പഠിക്കണേ. തേർഡ് ഇയർ ആണ്. കോയമ്പത്തൂരിൽ നിന്ന് ഇങ്ങനെ എല്ലാ ആഴ്ചയും ഇങ്ങനെ വീട്ടിൽ പോകുന്നുണ്ട്. അപ്പോ എല്ലാ ആഴ്ച ഇങ്ങനെ പോകുമ്പോ ആരെയൊക്കെ ഒപ്പം ഇങ്ങനെ കയറി പോകും. പിന്നെ എനിക്ക് ഇങ്ങനെ കിട്ടി. ആദ്യമായിട്ടാണ് ഇങ്ങനെ യൂട്യൂബിൽ നിന്നൊക്കെ ആദ്യമായിട്ട് തന്നെ. അപ്പോ ഞാൻ കുറെ ചോദിച്ചപ്പോ പറഞ്ഞ 1 മാസമായിട്ടുള്ളൂ വീഡിയോ ഒക്കെ എടുത്തു തുടങ്ങിയിട്ട്. അപ്പൊ ഇപ്പൊ തന്നെ നല്ല സപ്പോർട്ട് ഉണ്ട്. അത് താങ്ക് യു. പിന്നെ പറയുവാണെങ്കിൽ എന്റെ വീട് തിരുവാണൂര് എന്ന് പറയും. അപ്പൊ അങ്ങനെ ആൾക്കാർക്ക് അറിയില്ല. അപ്പൊ ചോറ്റാനിക്കരയാണ് ഞാൻ എപ്പോഴും പറയണേ ഏരിയ എന്ന് പറയാം. ചേട്ടൻ വളരെ പാവമാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ചേട്ടന്റെ വർത്താനോ സംസാരമൊക്കെ. ഇങ്ങനെ എല്ലാവരും എനിക്ക് അങ്ങനെ നിർത്തി തരാറില്ല. ഇപ്പൊ ആ ഒരു പുതിയ പ്രശ്നമൊക്കെ കാരണം അങ്ങനെ ലോറി കയറ്റാൻ അങ്ങനെ എല്ലാവർക്കും മടിയാണ് പൊതുവെ. പക്ഷെ ചേട്ടൻ അങ്ങനെയല്ല. ചേട്ടൻ എനിക്ക് നിർത്തി തന്ന് കുറെ കാര്യങ്ങളൊക്കെ സംസാരിച്ച്
പിന്നെയാണ് ഞാൻ അറിഞ്ഞ ആ പ്രശ്നത്തിന്റെ കാര്യം ഞാൻ അറിഞ്ഞത്. ആദ്യം ഞാൻ അറിയില്ലായിരുന്നു ആ പ്രശ്നം ഇങ്ങനെ. ഞാൻ ചോദിച്ചു എന്താ സംഭവം, അപ്പൊ പറഞ്ഞു ഇങ്ങനെ ബാഗിൽ നിന്നൊക്കെ പിടിച്ചിരുന്നു പറഞ്ഞു. അപ്പൊ ഞാൻ അത് അറിയില്ല സംഭവം. അത് നമുക്കറിയാലോ. അത് എവിടത്തെയായിരുന്നു, ഏത് കോളേജിലായിരുന്നു? കോളേജല്ല, നമുക്ക് ഇവിടെ എറണാകുളത്ത് നിന്ന് തന്നെയാന്ന് തോന്നുന്നു. പിടിച്ചു കഴിഞ്ഞതിന് ശേഷം അവരുടെ ലോറി അടക്കം സീസ് ചെയ്തോണ്ട് പോയി. ആര്? പോലീസുകാരെ. അല്ല, ആരുടെ ആയിരുന്നു ലോറി? അപ്പൊ ലോറി ആരുടെയാണെന്ന് അറിയില്ല നമുക്ക്. അതിനുശേഷം ലോറി ഗ്രൂപ്പിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, ആർക്കും ലിഫ്റ്റ് കൊടുക്കരുത് അങ്ങനെയൊന്നും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഓക്കെ, ഞാനത് അറിയില്ല കേട്ടോ സംഭവം. ഞാൻ ആ ഗ്രൂപ്പിലൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ കൂടുതൽ അറിവില്ല. നമ്മൾ ഈ കേരള ഗ്രൂപ്പിലില്ലല്ലോ. നമ്മുടെ വണ്ടി തമിഴ്നാട്, അതെ കോയമ്പത്തൂർ ബേസ്ഡായോണ്ട് അതില് നമ്മള് കേരളത്തിന്റെ ഇതിലൊന്നും നമ്മളില്ല, അതുകൊണ്ട് നമ്മൾ കൂടുതലൊന്നും അറിയില്ല സംഭവം. പിന്നെ കോയമ്പത്തൂരിന്റെ ഗ്രൂപ്പില് തമിഴ് എഴുതി നമുക്ക് അറിയുകയും ചെയ്യില്ല, അത് വേറെ കാര്യം. ഞങ്ങളിപ്പോ ഒരു സിഗ്നലിൽ ഇങ്ങനെ നിൽക്കുവാണ്. ഈ സമയം വന്നു കഴിഞ്ഞാല് അതാ പ്രശ്നം. ഞാൻ സാധാരണ രീതിയിൽ ഈ സമയത്ത് ഇതുവഴി പാസ് ചെയ്യാറില്ല. അധികം നിങ്ങളെ വീഡിയോയിൽ കാണാൻ പറ്റും. ഞാൻ ഏകദേശം രാത്രിയാണോ കോയമ്പത്തൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ കാണാൻ ചിലപ്പോൾ തൃശ്ശൂരോ അല്ലെങ്കിൽ എറണാകുളം ആയിരിക്കും. അപ്പം ഈ വഴി വരാറില്ല, കാരണം ഒരുപാട് സിഗ്നൽ ഉണ്ട് ഈ നമ്മുടെ ഈ പാലക്കാട് റൂട്ടില്. പാലക്കാട് നമ്മുടെ തൃശ്ശൂരല്ല, ഏകദേശം വടക്കാഞ്ചേരി എത്തുന്നവരെ പ്രശ്നമാണ്. വടക്കഞ്ചേരിയാ അവിടെ വരെ പ്രശ്നമാണ്. അപ്പൊ അത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ഫ്രീ ആയിട്ട് പോകാൻ പറ്റും. എന്നാലും രാത്രി അങ്കമാലി വരെയെല്ലാം വളരെ ബുദ്ധിമുട്ടാണ്, ഈ ക്ലച്ച് ഓട്ടിയിട്ടും നിർത്തിയിട്ടും കാര്യമെല്ലാം. അപ്പൊ അതുകൊണ്ട് വളരെ പരമാവധി ഒഴിവാക്കലാണ് രാത്രി. പിന്നെ ബേസില് കൊച്ചിയിലേക്കാന്ന് പറഞ്ഞോണ്ട് പിന്നെ ഞാൻ അതിന് പിന്നെ അവിടെ വെച്ച് ഉറങ്ങാൻ വെച്ചായിരുന്നു. വെച്ച് ഉറങ്ങാൻ വേണ്ടി ഇരുന്നാണ് വഴി. പക്ഷെ ഞാൻ ഇങ്ങോട്ടാന്ന് പറഞ്ഞപ്പോഴേക്കും എന്നാ ശരി കേറി അങ്കമാലി സൈഡൊക്കെ നല്ല ബ്ലോക്ക് കിട്ടും. എനിക്ക് സ്ഥിരം ഞാൻ ഈ വഴി പോണേണ്ട്, എല്ലാ ആഴ്ചയും പോണേണ്. അപ്പൊ എനിക്ക് കൃത്യം അറിയാം അങ്കമാലി സൈഡിട്ട് ഞാൻ എല്ലാവരോടും ചോദിക്കുമ്പോ എല്ലാരും 10 മണി കഴിഞ്ഞിട്ടുള്ളൂ പോയി, കൊച്ചിയിട്ടാണെങ്കിൽ 10 മണി കഴിഞ്ഞിട്ടുള്ളൂ എന്ന് പറയാറുണ്ട്. അതാ പ്രശ്നം. ഈ ഇങ്ങനെ ഞാനധികം 10 അല്ല, ഞാൻ ചിലപ്പോ 12 മണിയൊക്കെ കഴിയും. ചില സമയത്ത് 2 മണിക്കൊക്കെ പാസ് ചെയ്യും. കാരണം വെച്ചാൽ 12 മണിക്കും ചിലപ്പം ബിസി ആയിരിക്കും. പിന്നെ ഈ ഹൈവേയുടെ ഒക്കെ പണി അടക്കമാണല്ലോ, അതുകൊണ്ടും പ്രശ്നമുണ്ട്. ഒരുപാട് ബ്ലോക്കുകളുണ്ട്, അതൊരു പ്രശ്നമാണ്. അതാണ് ഇവിടെ മെയിൻ ആയിട്ട് പ്രശ്നം വരുന്നത്. പണ്ട് ഞാൻ ഫസ്റ്റ് ഇയർ ഇവിടെ വന്നപ്പോ ഈ റോഡ് നല്ല സൂപ്പർ റോഡായിരുന്നു, ഇങ്ങനെ ഒറ്റ ചവിട്ടങ്ങ് പിടിച്ച് എത്താറുണ്ട്. പിന്നെയാണ് എല്ലായിടത്തും ഓരോ പണി. ആ അങ്കമാലിയുടെ ബ്ലോക്ക് മാത്രം അന്നുണ്ടായിരുന്നു. പിന്നെ ചേട്ടന്റെ കുറെ അനുഭവങ്ങളൊക്കെ എന്നോട് ഇങ്ങനെ പറഞ്ഞായിരുന്നു. ചേട്ടന് യൂട്യൂബ് തുടങ്ങുന്ന കാര്യവും യൂട്യൂബിന്റെ സ്റ്റാർട്ടിങ്ങും അങ്ങനെ ഓരോ കാര്യങ്ങൾ. യൂട്യൂബ് സ്റ്റാർട്ടിങ് എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, യൂട്യൂബിൽ പറഞ്ഞിട്ടില്ല. അല്ലേ? ഈ യൂട്യൂബ് തുടങ്ങേണ്ട കാര്യം അതെന്താണെന്ന് വെച്ചാല്, ഞാന് ഏകദേശം ഈ ചാനൽ ഞാനിപ്പം ക്രിയേറ്റ് ചെയ്തത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ജൂലൈയിലായിരുന്നു. കഴിഞ്ഞ വർഷം ജൂലൈയോ അല്ല ഓഗസ്റ്റിലോ ഞാൻ ഈ വണ്ടി കയറിയ സമയത്താന്ന് തോന്നുന്നുണ്ട്. വണ്ടി കയറി കുറച്ച് കഴിഞ്ഞില്ല, ഞാൻ ഒരു ദിവസം ഇവിടെ പോയി, ഇവിടെ തൂത്തുക്കുടിയിലേക്ക് ട്രിപ്പ് പോയി. തൂത്തുക്കുടി കോയമ്പത്തൂരിൽ നിന്ന് ഞാൻ അവിടെ തൂത്തുക്കുടിയിലെ സത്യ എന്ന് പറയുന്ന ഒരു ഷോപ്പുണ്ട്. അവര് ഇലക്ട്രോണിക്സിന്റെ വലിയ ഇതാ, റീറ്റെയിൽ ആയിട്ടും ഹോൾസെയിൽ ആയിട്ടും അവര് സെയിൽസ് ചെയ്യുന്ന വലിയൊരു ടീമാ സത്യ. തൂത്തുക്കുടിയിലും തിരുനെൽവേലിയിലെല്ലാം അവർക്ക് ഒരുപാട് ബ്രാഞ്ചസും കാര്യമെല്ലാം ഉണ്ട്, നല്ല വലിയ കമ്പനിയാ. അപ്പൊ അവർക്ക് വേണ്ടി ഞാൻ ലോഡ്, അത് ഈ വണ്ടി തന്നെ ആ സമയത്ത് ഈ വണ്ടിയാ, ഈ 6 വീലർ വണ്ടിയാ. അങ്ങനെ കോയമ്പത്തൂരിൽ ഞാൻ ലോഡും കയറ്റിട്ട് തൂത്തുക്കുടിയൊക്കെ പോയി. അങ്ങനെ അവിടെ 2 സ്ഥലത്ത് ലോഡ് ഇറക്കാനെന്ന് പറഞ്ഞിട്ട് അവര് 2 ബ്രാഞ്ച്, ഒരു ഗോഡൌണും പിന്നെ ഒന്ന് വലിയ ഷോപ്പും ഉണ്ട്. അപ്പൊ മെയിൻ അപ്പൊ ആദ്യം പോയത് ഗോഡൌണിൽ. അപ്പൊ ഗോഡൌണിന്ന് അവര് പറഞ്ഞു ഇവിടെ ഇറക്കണ്ട, ഏതായാലും പിന്നെ തിരുനെൽവേലിയിലേക്ക് പോകുന്ന ഹൈവേന്റെ റൈറ്റ് സൈഡില് തൂത്തുക്കുടി തിരുനെൽവേലി പോകുന്ന റൈറ്റ് സൈഡിൽ ഒരു ഹോട്ടൽ ഉണ്ട് അവരെ, സത്യ വലിയ ഹോട്ടലാ. ഇവർ തന്നെ ഹോട്ടലാ. അതിന്റെ പിറകിലായിട്ട് ഇവരെ ഇതുണ്ട്, എന്ത് ഈ ഗോഡൌണ്. അപ്പൊ അവിടെ ഇറക്കാൻ വേണ്ടിട്ട് അങ്ങനെ തീരുമാനമായി. അപ്പൊ 2 ബില്ലുണ്ട് അങ്ങനെ. പക്ഷെ ഇവര് എല്ലാം കൊണ്ട് അവിടെ ഇറക്കി, മൊത്തത്തിൽ അവിടെ ഇറക്കി. അങ്ങനെ പിറ്റേ ദിവസം ഒരു ശനിയാഴ്ച ആയിരുന്നു ഇറക്കിയത്. അങ്ങനെ ഞായറാഴ്ച അവിടെ ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോ പെട്ടെന്ന് നാട്ടിലേക്ക് പോകേണ്ട ഒരു അത്യാവശ്യം വന്നു. എനിക്ക് എന്തോ ഒരു അത്യാവശ്യം വന്നു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ കമ്പനിയിൽ വിളിച്ച് സംസാരിച്ചു. എനിക്കിങ്ങനെ 3 ദിവസം അർജന്റായിട്ട് നാട്ടിലേക്ക് പോകണം, എന്തെങ്കിലും വഴിയുണ്ടോ വെച്ച്. അപ്പൊ അവിടെ ബോസ് നല്ല മനുഷ്യനാണ്. പുള്ളി പറഞ്ഞ ഒരു കാര്യം ചെയ്യാം, പുള്ളിന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവിടെ തൂത്തുക്കുടിയിൽ, ഇവരെ കൂടെ വർക്ക് ചെയ്തായിരുന്നു മുമ്പ്. ഇവര് ബോസിന്റെ പേര് ആന്റണി എന്നാണ്. അപ്പൊ പുള്ളിന്റെ കൂടെ വർക്ക് ചെയ്തൊരു ഒരാള് തൂത്തുക്കുടിക്കാരൻ.
അയാളെ വിളിച്ചു പറഞ്ഞു. അങ്ങനെ വണ്ടി എവിടെയെങ്കിലും സേഫായി വെക്കണ്ടേ. അങ്ങനെ അയാൾ എന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് പറഞ്ഞു, പിന്നെ തൂത്തുക്കുടിയിലേക്ക്, നമ്മള് ഈ തിരുനെൽവേലിന്റെയും തൂത്തുക്കുടിന്റെയും നടുവിലായിട്ടാണ് ഞാനുള്ളത്. അപ്പൊ തൂത്തുക്കുടിയിലേക്ക് വന്നിട്ട് അവിടുന്ന് പിന്നെ ഒരു ട്രക്ക് പാർക്കിംഗ് ഉണ്ട്, അവിടെ വെക്കാം, അവിടെ ഡെയിലി ചാർജ് കൊടുക്കണമെന്നുണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞിട്ട് പുള്ളി എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടിട്ട്, അതായത് എന്നെ കാണാൻ വേണ്ടി അവിടത്തേക്ക് വന്നു. വന്ന സമയത്ത് ഞാൻ പുള്ളിനോട് ചോദിച്ചു, ഈ സ്ഥലത്ത് തന്നെ വെച്ചാല് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ പുള്ളി പറഞ്ഞതിനോട് എനിക്ക് കുഴപ്പമൊന്നുമില്ല, ബോസിനോട് ചോദിക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്ത് ചെയ്ത്, അപ്പൊ ഈ പറഞ്ഞ സ്ഥലം നമ്മുടെ ഈ ഹൈവേന്റെ സൈഡിൽ തന്നെയാണ്, പക്ഷെ ഇവരെ കൺട്രോളിലാണ്, ഫുൾ CCTV ക്യാമറ ലൈറ്റ് നല്ല സെറ്റപ്പിലാണ് സ്ഥലമുള്ളത്. അപ്പോ ഞാൻ ആ ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മുടെ ബോസിനെ അയച്ചു കൊടുത്തു. അപ്പൊ ബോസ് പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല, അവിടെ നീ സേഫ് ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഓക്കെ വെച്ചോന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ വെച്ചിട്ട് പുള്ളിന്റെ കൂടെ ഞാൻ അവിടുന്ന് നേരെ അപ്പുറത്തെ തൊട്ട അടുത്തുള്ള ഫസ്റ്റ് ബസ് സ്റ്റോപ്പിൽ പോയിട്ട് അവിടുന്ന് ഞാൻ തിരുനെൽവേലിക്ക് ബസ് കയറി. തിരുനെൽവേലിക്ക് ബസ് കയറി അവിടുന്ന് പിന്നെ നേരെ തെങ്കാശിയിലേക്ക് ബസ് കയറി, അടുത്ത ബസ്. അങ്ങനെ തെങ്കാശിയിൽ പോയി. തെങ്കാശിയിൽ അടുത്ത ബസ് എവിടത്തേക്ക്, കൊല്ലം, പുനലൂർ വഴി. അങ്ങനെ അവിടുന്ന് കൊല്ലത്ത് ട്രെയിനില് നാട്ടിൽ പോയി. അങ്ങനെ 3 ദിവസം കഴിഞ്ഞ് ഞാൻ പറഞ്ഞ പോലെ തിരിച്ചു വന്നു. ഞാൻ വന്നത് എങ്ങനെ വന്നത്, ഞാനത് ട്രെയിനിന് വന്നിട്ട് തൂത്തുക്കുടി വന്ന് ഇറങ്ങിയത്, ട്രെയിനിന് ഡയറക്റ്റ്. അങ്ങനെ പറഞ്ഞു നമ്മളിപ്പോ വടക്കാഞ്ചേരി എത്തിട്ടോ, വടക്കാഞ്ചേരി വർത്താനം പറഞ്ഞോണ്ട് അറിഞ്ഞില്ല. പെട്ടെന്ന് എത്തുവേ. അങ്ങനെ ഞാൻ തിരിച്ച് ഇവിടെ തിരുനെൽവേലി എത്തി. തിരുനെൽവേലിന്ന് അല്ല, തൂത്തുക്കുടി വന്ന് ട്രെയിൻ ഇറങ്ങി. തൂത്തുക്കുടിന്ന് നേരെ ഈ സ്ഥലത്തേക്ക് ഞാൻ ബസ്സിൽ വന്നിറങ്ങി. അപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ചാല്, നമ്മൾക്ക് പിന്നെ നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നത് പ്രശ്നമില്ല, കോയമ്പത്തൂരിന് ഇഷ്ടം പോലെ ലോഡ് കിട്ടും. പക്ഷെ ഇങ്ങോട്ടേക്ക് വരുന്നത്, അതായത് അവിടെ നിന്നുള്ള ലോഡ് വളരെ ബുദ്ധിമുട്ടാണ്. എവിടുന്ന്, ഈ തൂത്തുക്കുടി ഭാഗത്തുനിന്ന് തൂത്തുക്കുടി ഇങ്ങോട്ടേക്ക്. അങ്ങനെ ഞാൻ അവിടെ പോയി, ഞാൻ 2 ദിവസം അവിടെ വെറുതെ വെയിറ്റ് ചെയ്യേണ്ട വന്നു, ഹാൾട്ടായി പോയി അവിടെ ഈ സ്ഥലത്ത്, തൂത്തുക്കുടി ഈ പറഞ്ഞ സത്യയില്. അങ്ങനെ അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോ ഒന്നും ചെയ്യാനില്ലല്ലോ. അപ്പൊ ഞാൻ വെറുതെ എന്ത് ചെയ്ത്, അപ്പൊ അതിന്റെ തൊട്ടപ്പറയിലായിട്ട് ഒരുപാട് ഈ കാറ്റാടി മരങ്ങളില്ലേ, ആ സൈഡിൽ ഇഷ്ടം പോലെ, തൂത്തുക്കുടി ഭാഗത്ത് അതേ ഉള്ളൂ. അങ്ങനെ അതിങ്ങനെ കണ്ട് നല്ല ഭംഗിയില്. അപ്പൊ അതെല്ലാം കണ്ട് ഞാൻ വെറുതെ ഒരു വീഡിയോ എടുക്കാം. അങ്ങനെ വീഡിയോ എടുത്തിട്ട് അങ്ങനെ വീഡിയോ ഇങ്ങനെ വെറുതെ എടുത്ത്, അപ്പൊ തോന്നി ഇത് യൂട്യൂബിലിട്ടാലോ. അങ്ങനെ യൂട്യൂബിലിട്ടാലോ തോന്നിയിട്ട് അങ്ങനെ ഞാൻ എന്ത് ചെയ്ത്, ഒരു യൂട്യൂബ് അന്നേരമാണ് ഞാൻ ക്രിയേറ്റ് ചെയ്തത്. പക്ഷെ അതില് ഒരു ചെറിയൊരു ക്ലിപ്പ് ഇട്ടതേ ഉള്ളൂ. അല്ല അന്നേരം എനിക്ക് സബ്സ്ക്രൈബർ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ആരും ഉണ്ടായില്ല, ഞാൻ മാത്രം, സ്വന്തമായിട്ട് ഞാൻ മാത്രമുള്ള ഒരു സബ്സ്ക്രൈബർ. എന്റെ വേറൊരു അക്കൗണ്ട് ഉണ്ടായിരുന്നു, പഴയ ഒരു യൂട്യൂബ്. അതിൽ നിന്ന് ഞാൻ ഇത് ചെയ്തു, സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്റെ അക്കൗണ്ട്, ആ രണ്ടാളായിരുന്നു ഞാൻ ഉണ്ടായത്, ആ 2 സബ്സ്ക്രൈബർ. അങ്ങനെ അവിടുന്ന് 1-2 വീഡിയോ ഞാൻ വെറുതെ ഒന്നിങ്ങനെ ആ ഹൈവേന്റെ സൈഡും അതൊക്കെ ആയിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഒരു പാട്ടൊക്കെ ഇട്ട് വെറുതെ ഇട്ട് അവിടെ തീർന്നു കഥ. അതന്നെ എന്റെ യൂട്യൂബിന്റെ തുടക്കം, ആദ്യത്തെ യൂട്യൂബ് വീഡിയോ. അങ്ങനെ അത് കഴിഞ്ഞു ഞാൻ എന്ത് ചെയ്ത്, പിന്നെ 1-2 മാസം കഴിഞ്ഞ സമയത്ത് ഫാമിലി എന്റെ കൂടെ ഹൈദരാബാദിൽ വന്നിരുന്നു. ഹൈദരാബാദില് അവര് ചെന്നൈ വന്ന്, പിന്നെ നമ്മൾ അവിടുന്ന് ബാംഗ്ലൂർ പോയി, ബാംഗ്ലൂർ നേരെ ഹൈദരാബാദ്. അപ്പൊ ഹൈദരാബാദിലേക്ക് പോയ സമയത്ത് പോകുമ്പോ ഞാൻ വെറുതെ റിംഗ് റോഡിൽ നിന്ന് വെറുതെ വീഡിയോ, അതായത് യൂട്യൂബ് ലൈവാന്നോ അല്ല ഈ ചാനലിലേക്ക് ഞാൻ വീഡിയോ എടുത്തിട്ടാന്ന് എനിക്ക് ഓർമ്മയില്ല, കറക്റ്റ് വീഡിയോ എടുത്തിട്ടാന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ 1-2 വീഡിയോ റിംഗ് റോഡിന്റെ എല്ലാം പറഞ്ഞിട്ട് അങ്ങനെ വെറുതെ ഹിന്ദിയിലൊക്കെ പറഞ്ഞത് ഞാൻ, ഹിന്ദിയിലൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോ അതിപ്പോഴും ഉണ്ട്. എന്റെ ആദ്യത്തെ വീഡിയോ നോക്കിയാൽ കാണാൻ പറ്റും ഹിന്ദിയിൽ പറയുന്നത്. അപ്പൊ ഇത് കണ്ടിട്ട് എന്നോട് കളിച്ച് ഞാൻ പെട്ടെന്ന് വിചാരിച്ചു ഞാൻ ബോംബെയിലുള്ളതെന്ന് വിചാരിച്ച് പുറത്ത് തമാശാക്കിയത് തന്നെ. ആ ഹിന്ദി കേൾക്കുന്നേറ്റ് അങ്ങനെ എന്താ പറയാ, അങ്ങനെ അതും കഴിഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞു. ചുരുക്കി പറഞ്ഞാല് കഴിഞ്ഞ മാസം ഞാന് ബാംഗ്ലൂരിലേക്ക് ഹൈദരാബാദിൽ നിന്ന് ഇതെടുത്ത് വന്നിരുന്നു, കുപ്പി, അതായത് ബിയർ ബോട്ടിൽ നെലമംഗല എന്ന് പറയുന്ന ബാംഗ്ലൂരിന്റെ സ്ഥലത്തിലേക്ക് ഞാൻ ബിയർ ബോട്ടിൽ കൊണ്ടുവന്നിട്ട് അന്നൊരു ശനിയാഴ്ച ഞാൻ അവിടെ എത്തി. അവിടെ ഹാൾട്ടായി. അപ്പം ഈ നെലമംഗല ടോളിന് തൊട്ടടുത്താണ് ഈ നാഷണൽ വൈൻസ് എന്ന് പറഞ്ഞ ആ ഒരു കമ്പനി, ബിയർ ഉണ്ടാക്കുന്ന കമ്പനി. അപ്പൊ അവിടത്തേക്ക് വന്നു. അപ്പൊ റോഡിന്റെ പുറത്താണ് വണ്ടി വെച്ചിട്ടുള്ളത്, പാർക്കിംഗ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ അവിടെ ഞായറാഴ്ചയായി. അപ്പൊ ഞായറാഴ്ച രാവിലെ
ഞാന് നമ്മുടെ പുത്തേട്ട് ഫാമിലി ഉണ്ടല്ലോ, ആ പുത്തിട്ട് മറ്റേ ആ ആ ഒരു ചേച്ചിയൊക്കെ ഓടിക്കണം. അത് തന്നെ, ജലജ രതീഷ് എന്ന് പറഞ്ഞിട്ട്. കണ്ടിട്ടുണ്ട് കൊറേ. ആ ആ അപ്പൊ അവരോട് അവരുടെ ചായ് എന്ന് പറയുന്ന അവരഞ്ചിലുണ്ടല്ലോ, അപ്പൊ അവൻ എന്റെ ഒരു ഫേസ്ബുക്ക് ഫ്രണ്ടാണ്. ഫേസ്ബുക്ക് അല്ല, സോറി, വാട്സപ്പില് നമ്മള് വേറൊരു ആവശ്യത്തിന് വേണ്ടിട്ട് വിളിച്ച് സംസാരിച്ചത്. അവൻ പഠിച്ചത് എന്റെ മകള് പഠിക്കുന്ന അതേ കോഴ്സാ പഠിച്ചത് ഉണ്ടായത്. അതായത് മകളിപ്പം മംഗലാപുരത്താ പഠിക്കുന്നത് എന്റെ മകള്. അപ്പോ കോഴ്സിന്റെ പേര് മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി, MIT, മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി. പഠിക്കുന്ന ഹെഗ്ഡേയിലാ പഠിക്കുന്നത്. ഹെഗ്ഡേയില് KS ഹെഗ്ഡേ എന്ന് പറയുന്ന ഹോസ്പിറ്റൽ ഉണ്ടല്ലോ, AB ഷെട്ടിന്റെ അവരെ ഗ്രൂപ്പിന്റെ. അങ്ങനെ അപ്പൊ ഒരു വീഡിയോയില് ഈ ചായ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ. അങ്ങനെ ഇപ്പൊ വർത്താനം പറഞ്ഞ് നമ്മളിപ്പോ ഇവിടെ എത്തി. പള്ളമല്ല, അല്ല, പന്നിയങ്കര ടോൾ പ്ലാസ എത്തി അല്ലേ? ഓ, പന്നിയങ്കര ടോൾ പ്ലാസ എത്തി. അങ്ങനെ നമ്മള് ഞാൻ ചായ് ഇതേ കോഴ്സാ പഠിച്ചെന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ചായയായിട്ട് കോണ്ടാക്ട് ആയിട്ട് ഇതിന്റെ കാര്യങ്ങൾ, ഇതിന്റെ പോസിബിലിറ്റീസ്, അതായത് ഇതിന്റെ എന്താ ഇങ്ങനെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിട്ട് അങ്ങനെ ചായയായിട്ട് ഞാൻ സംസാരിച്ചു. അങ്ങനെ ചായയായിട്ട് നല്ല കൂട്ടായി. അപ്പോ അതിനുശേഷം ഈ പറഞ്ഞ ദിവസം ഞാൻ രാവിലെ ഇവര് കാശ്മീർ പോയിട്ടുണ്ടായിരുന്നു, ഇവരെ ട്രിപ്പ് കുത്തിയിട്ട്. അപ്പൊ ഞാൻ വെറുതെ അവരോട് ഇങ്ങനെ ചോദിച്ചു, എന്തായി, എവിടെ എത്തിയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു നമ്മളിങ്ങനെ ബാംഗ്ലൂർ എത്തിയെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ബാംഗ്ലൂർ എവിടെയുള്ള ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാനും ബാംഗ്ലൂർ ഉണ്ട്. അപ്പൊ പറഞ്ഞു നമ്മളിങ്ങനെ ബാംഗ്ലൂർ ഇലക്ട്രോണിക് സിറ്റിയിലേക്ക് ലോഡ് ഇറക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു ഞാൻ ആ വഴിക്കുണ്ട്, നിലമംഗല ടോളിനടുത്തുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവര് അവിടെ വന്നു. അവർ ആ സമയത്ത് തുംകൂരായിട്ടുണ്ടായതെന്ന് തോന്നുന്നത്. അങ്ങനെ അവരെ കണ്ടു. അന്നങ്ങനെ ഒരു എന്താ പറയാ, അവര് ഇൻസ്പിറേഷൻ എനിക്ക് ഇതിനു വേണ്ടിട്ട് നമ്മുടെ യൂട്യൂബിലേക്ക് കിടക്കാൻ വേണ്ടിട്ട് എന്തുകൊണ്ട് നമുക്കും ഒരു വീഡിയോ എടുത്തുകൂടെ, നമ്മളിങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ ആ ഒരു ഇതില് ഇതായി. പിന്നെ അത് മാത്രല്ലേ, വേറൊരു കാര്യം കൂടി മെയിൻ ആയിട്ടുള്ളത്, നമ്മുടെ സോളോ ട്രാവലർ എന്ന് പറയുന്ന യൂട്യൂബർ അറിയോ? സോളോ ട്രാവലർ. സോളോ ട്രാവലർ എന്ന് പറഞ്ഞാല് നമ്മുടെ മനീഷ് ആതിര ഒരു ഫാമിലി. കേട്ടിട്ടില്ല? സോളോ ട്രാവലർ എന്ന് പറയുന്നത് മനീഷ് ആതിര ഉണ്ട്. അപ്പൊ അവരെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് നമ്മൾ അവരെ ഫാനായിരുന്നു. അപ്പൊ അവര് മനീഷുകാരനാന്ന് ഞാൻ ഈ വണ്ടിയിൽ എത്താൻ കാരണം, ഈ കമ്പനിയിൽ എത്താൻ കാരണം മനീഷായിരുന്നു ഈ വണ്ടിയിൽ ആദ്യം ഡ്രൈവ് ചെയ്തിരുന്നത്. അപ്പോ മനീഷിനെ വേണ്ടിയിട്ട് ഞാൻ ഈ നമ്പറിൽ വിളിച്ചപ്പോ ഈ ബോസുമായിട്ട് സംസാരിച്ചിട്ടാന്ന് പറഞ്ഞത് ഇങ്ങനെ ഡ്രൈവർ വേക്കൻസി ഉണ്ട്, ഇതിലേക്ക് വരണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ വന്നിട്ടുള്ളത്. അപ്പോ അതിനുശേഷം മനീഷ് പിന്നെ ഒഴിവായി. പിന്നെ മനീഷായിട്ട് നമ്മുടെ കണക്ഷനായി. അങ്ങനെ മനീഷിനോട് ഞാൻ പറഞ്ഞു ഇവിടെ ഇപ്പൊ വേക്കൻസി ഉണ്ട്, വരുന്നെങ്കിലും വാന്ന് പറഞ്ഞ അങ്ങനെ മനീഷ് തിരിച്ചു വന്നു. അപ്പൊ നമ്മളിങ്ങനെ സംസാരിക്കുമ്പോ മനീഷ് പറയും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഇതും കൂടി ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഇതുണ്ട്. അപ്പൊ രണ്ടും കൂടി എന്തായി എന്റെ തലയില് എന്നാ പിന്നെ ഇതാ സമയം എന്നുള്ള രീതിയിൽ അങ്ങനെ ആ ബാംഗ്ലൂരിൽ നിന്ന് ലോഡ് ഇറക്കിയിട്ട് പിറ്റേ ദിവസം ഞാൻ ബാംഗ്ലൂരിൽ തന്നെ ലോഡ് കൊച്ചിയിലേക്ക് ഒരു ലോഡായിരുന്നു എടുക്കേണ്ടത്. ഹരോവള്ളിന്നാ അല്ല ബിഡതിന്ന് അവിടുത്തെ ആയിരുന്നു. അങ്ങനെ ആ ലോഡ് എടുക്കാൻ പോയ സമയത്ത് ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്തതാ. അതാണ് എന്റെ യൂട്യൂബിന്റെ സ്റ്റാർട്ടിങ്. എന്നിട്ട് ഞാൻ എന്റെ 2 സബ്സ്ക്രൈബർ ഞാൻ പിൻവലിച്ചേട്ടാ. എന്നുവെച്ചാൽ യൂട്യൂബിന്റെ പോളിസി പ്രകാരം നമ്മുടെ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളത് ഞാനത് പിൻവലിച്ചു. പക്ഷെ എന്താ പറയാ, എന്റെ ആ ഒരു ദൈവാധീനം കൊണ്ട് ഇത്രത്തോളം ഞാൻ ഇപ്പൊ എത്തി. ഇത്രയും ഒരു 1000 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞു. ഇപ്പൊ 1200 സംതിങ് ആയല്ലോ ഇപ്പൊ. 140 അങ്ങനെ കണ്ടത് ഇപ്പൊ. അപ്പൊ അതാണ് എന്റെ യൂട്യൂബിലേക്ക് ഞാൻ വരാനുള്ള ഒരു പ്രധാന കാരണം. ചേട്ടൻ കുറെ നാളായിട്ട് വണ്ടി ഓടിക്കുന്നതാണ്. അത് ഒരുപാട് വർഷമായി. ഇപ്പോഴാണ് പെട്ടെന്ന് യൂട്യൂബ് എടുക്കാനുള്ളൊരു തുടങ്ങിയത്. ഒരു പ്രചോദനം ഇവരിൽ നിന്ന് കിട്ടിയതല്ലേ. അപ്പൊ എല്ലാത്തിനും ഒരു സമയമുണ്ടെന്ന് പറഞ്ഞില്ലേ, മോഹൻലാലിനോട് പറയുന്നില്ലേ എല്ലാത്തിനും ഒരു സമയമുണ്ട് ദാസ. നമ്മുടെ നാടോടിക്കാറ്റില്ലേ, അതുപോലെ എല്ലാത്തിനും ഒരു സമയമുണ്ട്. ആ സമയമാകുമ്പോ കറക്റ്റ് ആയിട്ട്. കാരണം എന്റെ മകൾക്ക് ഒരു ചെറിയൊരു യൂട്യൂബ് ചാനൽ ഉണ്ട്, ഒരു 10-350 സബ്സ്ക്രൈബർ. അതായത്
അപ്പൊ ആ സമയത്ത് അവര് പറയാറുണ്ട് ഇത് ചാനൽ തുടങ്ങുന്നു. അപ്പൊ ഞാനതിനെ വലിയ ഇതാക്കിയിട്ട് കണ്ടില്ല. അങ്ങനെ ഞാനൊരു ഇഗ്നോർ ചെയ്ത് നെവർ മൈൻഡ് ആക്കല. കാരണം ഇതൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്ത കാര്യമെന്നുള്ള രീതിയിൽ ഞാനങ്ങനെ അത് മൈൻഡ് ചെയ്യാറില്ല. നമ്മളിതെന്താ പറയാ, യൂട്യൂബ് എന്ത് ഇതെന്താ, അപ്പം ഇതിലേക്ക് വന്നതല്ലേ ഇതിന്റെ ഈ ഒരു ലോകം അറിയുന്നത്. നമ്മളെല്ലായിടത്തും പോകുന്നുണ്ട്, അപ്പൊ പിന്നെ എല്ലാരും കാണിക്കാലോ. നമ്മള് കാണുന്നത് എല്ലാരും ഒന്ന് കാണിക്കാൻ പറ്റുമെങ്കിൽ അതിൽ കൂടുതൽ ഉള്ള നല്ല കാര്യം ഇല്ലല്ലോ. ചില ആൾക്കാര് പറയും, എന്താ അറിയോ, നമ്മൾ പോയി കാണാൻ പറ്റാത്ത സ്ഥലങ്ങൾ നീ കാണിച്ചിട്ട് അത്രയും സന്തോഷമുണ്ട്. നമ്മൾ ഫോണിലൊക്കെ നമ്മുടെ കുടുംബക്കാരായാലും ഫ്രണ്ട്സായാലും പറയും. അപ്പൊ അവർക്കുള്ള ആ ഒരു സന്തോഷം കേൾക്കുമ്പോ എനിക്ക് അതിനേക്കാളേറെ സന്തോഷം, കൂടുതൽ പ്രചോദനം ഭയങ്കര. അത് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, ഇന്നലത്തെ വീഡിയോയില്, മിനിഞ്ഞാന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങളുടെ സപ്പോർട്ടാണ് എന്റെ പ്രചോദനം. അതായത് നിങ്ങള് എത്രത്തോളം കമന്റും ഈ കമന്റിനും ഷെയറിനൊക്കെ ഭയങ്കര വാല്യൂ ഉണ്ട് കേട്ടോ. ഈ ലൈക്കിനൊക്കെ ഈ യൂട്യൂബ് നമ്മുടെ ചാനലിനാ അത്രക്കും അവര് എന്താ പറയാ മറ്റുള്ളവർക്ക് റെക്കമെൻഡേഷൻ ചെയ്യും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ കമന്റ് ലൈക്ക് ഷെയർ ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താ വെച്ചാല് നിങ്ങൾ ഇത് ചെയ്യുന്നതോറും ഇതിന്റെ കൂടുതൽ ഗുണം നമ്മുടെ യൂട്യൂബ് നമ്മുടെ ചാനലിനെ പൊക്കിയെടുത്ത് കൊണ്ടുപോയിട്ട് എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്തിട്ട് അത് പരമാവധി അവര് ചെയ്യും. അപ്പൊ ഈ കമന്റും അതെല്ലാം അവര് നോക്കുന്നത് മെയിനായിട്ട്. അപ്പൊ വർത്താനം പറഞ്ഞ ഇരുടായല്ലേ? ഇരുടായി. ഇനി പുറത്തെ കാഴ്ചകൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കുതിരാൻ വരാൻ കിടക്കുന്നു. കുതിരാൻ ഇപ്പൊ എത്തുമല്ലോ, കുതിരാൻ ടണല് കിടക്കുന്നു. അങ്ങനെ കുറച്ച് ഏരിയ കൂടി ഇട്ട് പിന്നെ അങ്ങോട്ട് പിന്നെ പയ്യെ ബ്ലോക്ക് ആയി. പിന്നെ ഒന്നും കാണാനും പറ്റൂലല്ലോ. കാണാനും വലിയ കാര്യമായിട്ടില്ല. അധികം അങ്ങനെ ഉണ്ടാവാറ്. കാരണം അധികം ഇവിടുന്ന് പോയി കഴിഞ്ഞാല് തൃശ്ശൂർ കോയമ്പത്തൂർ വിട്ട് കഴിഞ്ഞാല് പിന്നെ കാണല് കൊച്ചിയിലെത്തിയിട്ടായിരിക്കും. അതാണ് ഉണ്ടാവുക പ്രശ്നങ്ങളല്ല. രാത്രി വീഡിയോ എടുക്കാൻ പറ്റൂല. പിന്നെ ചില സമയത്ത് ഞാൻ വെച്ചുറങ്ങുമല്ലോ, പിന്നെ പാതിരാക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ കഴിയില്ല. പിന്നെ വണ്ടി ഓടിച്ചെങ്കിൽ രാവിലെ അവിടെ പുലർച്ചെയാകുമ്പോ അവിടെ എത്തും കൊച്ചി ഓടി. കാരണം കൊച്ചിയിലെ ട്രാഫിക് അറിയാലോ. പക്ഷെ ബാംഗ്ലൂരിന്റെ അത്ര ഇല്ലേ? ഇല്ലല്ലേ? ബാംഗ്ലൂര് അയ്യോ, വേറെ എവിടെ പോയാലും പ്രശ്നമില്ല. പക്ഷെ ബാംഗ്ലൂര് ഒരു രക്ഷയില്ലാത്ത ട്രാഫിക്കാ ബാംഗ്ലൂര്. ഓട്ടോക്കാരെ കൊണ്ടും വേണ്ടല്ലേ മൊത്തത്തില് എല്ലാരും എന്താ പറയാ, വളരെ ബുദ്ധിമുട്ടാണ്. നീലിപ്പാറ എത്തി നമ്മളങ്ങനെ വർത്താനം പറഞ്ഞ നീലിപ്പാറ. ഈ ബേസിൽ ഇതുവഴി പോകുന്നോണ്ട് ഒരു സ്ഥലങ്ങളിൽ എപ്പോഴും അറിയായിരിക്കുമല്ലേ? അറിയാം. ഞാനിവിടെ പലയിടത്തായിട്ട് ഇങ്ങനെ നിർത്തി എന്നെ അവിടെ ഇറക്കി വിടാറൊക്കെ ഉണ്ട്. അടുത്ത വണ്ടി നോക്കി പോകേണ്ട ആവശ്യം. അങ്ങനെയാ, അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. പറയില്ലേ ഈ ഹിച്ച് കേക്ക് എന്താ പറയാറില്ലേ? നമ്മുടെ മല്ലൂർ ട്രാവലറൊക്കെ പണ്ട് ലോറിയിൽ കൈനീട്ടി ഇങ്ങനെ ലിഫ്റ്റ് അടിച്ച് പോകാറില്ലേ? അതിനൊരു വാക്കുണ്ടല്ലോ, പ്രത്യേകമായ വാക്കുണ്ടോ? അതിനൊരു വാക്കുണ്ട് പ്രത്യേക, ഒരു ഹിച്ച് കേക്ക്. അങ്ങനെ ഹിച്ച് കേക്കാ, അങ്ങനെ ഞാൻ കാണാറുണ്ടായത്. അതൊക്കെ ഇവരിൽ നിന്ന് ഞാൻ അറിഞ്ഞ ഒരു സംഭവമാണ്. ഇത് മാട് വണ്ടിയാ തോന്നുന്നല്ലേ കാണുമ്പോ? ഇത് മാട് വണ്ടിയാണ്. ബാക്കിലേക്ക് നന്നായിട്ട് ഇട്ടല്ലോ. കാണാം പാവം. സൺസെറ്റ് കാണുന്നുണ്ടാ? കുറച്ച് കാണാം. കണ്ണി കാണുന്നത് ഇത് കിട്ടില്ലല്ലോ. അതെ, കണ്ണി കാണുന്നത് അതാണ് പ്രശ്നം. ഞാൻ പറയാറുണ്ട് വീഡിയോയില്, നമ്മള് ഈ ഇതിൽ നിന്ന് കാണുന്നത് നമുക്ക് ഈ ക്യാമറയിലെ കൂടി പകർത്തിയിട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല. അതൊരു ഭയങ്കര എനിക്കൊരു സങ്കടം എപ്പോഴും. കാരണം എന്ന് വെച്ചാല് നമ്മളിത് ഇങ്ങനെ കണ്ണുകൊണ്ടെല്ലാം പ്രത്യേകിച്ച് ഈ ലോറിന്റെ ഹൈറ്റിൽ നമ്മളിങ്ങനെ ഇരുന്നിട്ട് മൊത്തം കാണുമല്ലോ നമുക്ക്. അതായത് നമ്മൾ ഈ ഡ്രൈവ് ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് ഒരു സ്ഥലം ഇങ്ങനെ വിട്ടുപോകില്ല. നമ്മുടെ ഈ മുമ്പിൽ കാണുന്ന ഹൈറ്റിലിരിക്കുന്നോണ്ട് അപ്പൊ നമുക്ക് ഇത് മൊത്തത്തില് നമുക്ക് വീഡിയോ എടുത്തിട്ട് ഇടാൻ പറ്റൂല. ഇപ്പൊ ഞാൻ മിനിഞ്ഞാന്ന് ബന്ദിപ്പൂര് പോയാലും സത്യം പറഞ്ഞാൽ ആ ബന്ദിപ്പൂരിലെ ആ ഒരു കാഴ്ച എന്ന് പറഞ്ഞത് എനിക്ക് ഭയങ്കര നല്ല കാഴ്ച. പക്ഷെ അത് മൊത്തത്തില് എന്താ പറയാ, നമ്മൾ വീഡിയോ ഇടുമ്പോ വീഡിയോയിൽ അത് ജസ്റ്റ് എന്താ പറയാ ഒരേപോലത്തെ സ്ഥലമായിട്ടാകാൻ തോന്നുക. അപ്പൊ കാണുന്ന ആൾക്ക് തന്നെ അതൊരു വെറുപ്പ് പിടിക്കും. അപ്പൊ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ അത് ഞാൻ കുറെ ഒഴിവാക്കി പരമാവധി. എന്നിട്ട് ഞാൻ പറയും ചെയ്തു, എന്നറിയോ, ഞാൻ ചില സ്ഥലങ്ങളൊക്കെ കൂടുതൽ കാണിക്കുന്നത് ചില ആൾക്കാര് ഇങ്ങോട്ടുള്ളക്ക് വരാത്ത ആൾക്കാരുണ്ടാവും. അപ്പൊ അവർക്ക് കൂടി അവര് കണ്ടോട്ടുന്നുള്ള രീതിയിലാണ്. പക്ഷെ ചില ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടില്ല. കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ കുറെ ദൂരം ഇങ്ങനെ പോകുമ്പോ അവർക്കൊരു ബോറടിയാവും. അപ്പൊ അവർ സ്കിപ്പ് ചെയ്ത് പോകാൻ ചാൻസ് കൂടുതലാണ്. ഈ സ്കിപ്പ് ചെയ്യാണ്ട് കാണുമ്പോ നമ്മുടെ ചാനലിന് കുറച്ച് എന്താ പറയാ നല്ല വ്യൂവേഴ്സ്, വാച്ച് അവർ വ്യൂ കിട്ടുക. അപ്പൊ അതും കൂടി ഒരു പ്രശ്നമാണ്. അപ്പം രണ്ട് ഭാഗവും പ്രശ്നമാണ്. അതായത് ഒരു ഭാഗം കട്ട് ചെയ്ത് പോയാൽ കാണാത്തവർക്ക് കാണാൻ പറ്റൂല,
പിന്നെ കാണിച്ചു കൊടുക്കുമ്പോൾ പകുതി ആൾക്കാർക്ക് കണ്ടവർക്ക് അതൊരു ബോറിംഗ് ആയി തോന്നും. അങ്ങനത്തെ എല്ലാം ഒരു പ്രശ്നം. എന്നാലും ഞങ്ങൾ മാക്സിമം എല്ലാവരും കാണിക്കാൻ തന്നെയാണ് ശ്രമിക്കുന്നത്. അതെ അതെ, സത്യം. അതുകൊണ്ട് ശ്രമിക്കുന്നത്. അപ്പൊ അങ്ങനെ നിങ്ങള് ബോറിംഗ് ആയി തോന്നുന്നുണ്ടെങ്കിൽ വെറുപ്പ് പിടിക്കരുത്, ദേഷ്യം പിടിക്കരുത്. കാരണം സത്യം പറഞ്ഞാൽ ഇത് കുറെ ആൾക്കാർക്ക് ഇത് കാണാത്തവരുണ്ട്. അപ്പൊ അവർക്ക് കാണാൻ വേണ്ടിയിട്ട് കൂടിയിട്ടാണ് നമ്മളൊരു മനസ്സിൽ എന്താ പറയാ, ഇതൊരു സേവനം, അങ്ങനെ ആ ഒരു രീതിയിൽ ചിന്തിച്ചിട്ടാണ് ചെയ്യുന്നത്. ആ അപ്പോ അതുകൊണ്ടൊരു ഇത് ഇപ്പൊ തന്നെ ഇപ്പൊ കുതിരാൻ നമ്മൾ എത്തുന്നു. ഇപ്പൊ കുറച്ച് ലേറ്റ് ആയി പോയില്ലേ നമ്മളിപ്പോ കുറച്ച് ലേറ്റ് ആയി പോയി. ഫുള്ളായിട്ട് കിട്ടുമെന്ന് അറിയില്ല. ഇല്ല, ചില ഞാൻ കുതിരാൻ വീഡിയോയിൽ ഇതുവരെ ഇട്ടിട്ടില്ലാന്ന് തോന്നുന്നുണ്ട്. കാരണം കുതിരാൻ അധികം ഞാൻ പാസ്സാവല് രാത്രിയായിരിക്കും. അപ്പോ ഇനി ഞാൻ മിക്കവാറും നാളെ തിരിച്ചു വരുന്നത് ഈ ലോഡ് ഇറക്കിയിട്ട് എനിക്ക് കോയമ്പത്തൂരേക്ക് തിരിച്ചു വരേണ്ട ആവശ്യമുണ്ട്. വണ്ടി കോയമ്പത്തൂർ വർക്ക്ഷോപ്പിൽ പണിയുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ട് കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട്. അപ്പൊ മിക്കവാറും പകലായിരിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിലോ അല്ലെങ്കിൽ എപ്പോഴാ സൗകര്യം പോലെ, അതായത് നാളെ എടുത്തിരുന്നെങ്കിൽ അടുത്ത നാളത്തെ വീഡിയോയിൽ ഞാൻ തീർച്ചയായിട്ടും കുതിരാന്റെ ആ ഒരു ഇതിടും ഭാഗം. കാരണം ഒരുപാട് പേർക്ക് കുതിരാനെ പറ്റി അറിയില്ല. കുതിരാൻ വളരെ ഫേമസ് ആണല്ലോ, ഫേമസ് ആണ്. പക്ഷെ നമ്മുടെ ഈ മലബാർ ഭാഗത്തൊന്നും ആരും ഈ ഭാഗത്ത് ഇങ്ങനെ വരേണ്ട ആവശ്യമില്ല. നമ്മളിപ്പം എന്റെ വീട്ടിൽ നിന്നാണെങ്കിൽ തന്നെ ഇങ്ങോട്ട് വരുമ്പോഴേക്കും ഞാൻ കുതിരാൻ വഴിയൊക്കെയാ പോയ, ടണലിന്റെ ഉള്ളിൽ കൂടെ ഒക്കെ പോയി. ടണലിന്റെ ഉള്ളിൽ കൂടെ പോയി, വലിയ ടണലിന്റെ ഉള്ളിൽ കൂടെ. നിങ്ങൾ ഈ ഭാഗത്തുള്ളവർക്ക് പ്രശ്നമില്ല. ഈ ഭാഗത്തുള്ളവർക്ക് കണ്ടുപടുത്ത് പ്രത്യേകിച്ച് നിങ്ങൾ എറണാകുളം ഭാഗത്തേക്ക് പോകുമ്പോ, ഈ പാലക്കാട് നിന്ന് എറണാകുളം ഭാഗത്ത് പോകുമ്പോ ഈ ടണൽ പാസ് ചെയ്യാൻ പോകണില്ല. അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മലബാറുകാർക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചാല്, ഇപ്പൊ എക്സാമ്പിള് ഇപ്പൊ നമ്മള് കണ്ണൂരിന്ന് അല്ല കോഴിക്കോടുന്ന് നമ്മൾക്ക് തൃശ്ശൂർ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുതിരാനൊന്നും വേണ്ട ആവശ്യമില്ല. നമ്മള് മലപ്പുറം ആ സൈഡിൽ, അതായത് കുറ്റിപ്പുറം സൈഡിലേക്ക് വന്ന് നമ്മൾ നേരെ തൃശ്ശൂർ എത്തും. എറണാകുളം പോകണമെങ്കിൽ അതുവഴി അങ്ങ് പോയാൽ മതി. നെടുമ്പാശ്ശേരി എയർപോർട്ടിലായെങ്കിലും അങ്ങനെ പോയാൽ മതി. പക്ഷേ നമ്മളിപ്പോ പാലക്കാട് കോയമ്പത്തൂർ പോകുന്നുണ്ടെങ്കിൽ നമ്മള് മലപ്പുറം മറ്റേ മണ്ണാർക്കാട് പെരിന്തൽമണ്ണ വഴി അതും കയറിപ്പോകും. അപ്പൊ ഈ ഭാഗത്ത് വരേണ്ട ആവശ്യം നമുക്ക് വരുന്നില്ല. അപ്പൊ ഇങ്ങോട്ട് വരേണ്ട അത്യാവശ്യമുള്ളവർ മാത്രമാണ് ഈ കുതിരാൻ നമ്മൾ കാണുന്നുള്ളൂ. ഇപ്പൊ നമ്മളെ പോലെ ജോലി സംബന്ധമായിട്ടോ അല്ലെങ്കിൽ ഈ ഭാഗത്ത് എന്തെങ്കിലും അത്യാവശ്യമായിട്ട് വരേണ്ട വന്ന് അങ്ങനെ പറഞ്ഞ് നമ്മൾ കുതിരാൻ എത്തിയിട്ടുണ്ട്. ഏതായാലും കുതിരാന്റെ രാത്രി കാഴ്ചകൾ കാണിച്ചു കൊടുക്കാം നമുക്ക് ഇതിലെ കൂടി. അതുവഴി ഒരു വഴിയായിരുന്നു, താഴത്തി കൂടി അതുവഴിയായിരുന്നു അല്ലേ? ഡ്രൈവർമാരുടെ പേടി സ്വപ്നമായിരുന്നു ആ ഒരു ചുരം. അതെ, ഈ കള്ളന്മാര് ചാടി കയറും ഇതിനകത്ത് വലിയ കേറിക്കൊണ്ടിരിക്കണോണ്ട്. ഓഹോ, അങ്ങനെ ഒരു കഥയൊക്കെ ഉണ്ട്. ഇവിടെ നമ്മൾ കേരളത്തിലാ? ഇവിടെ തന്നെ, ഈ ഒരു ടണലില് തന്നെ. ഓ, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇതാണ് കുതിരാൻ. ഇതിന്റെ അകത്ത് നല്ല വെളിച്ചെണ്ണുണ്ട്, നല്ല കാണാൻ വേണ്ടി നല്ല ഭംഗിയുണ്ട്. അതെ, അതൊന്നും എല്ലാവർക്കും ഒന്ന് വ്യൂവേഴ്സിന് കാണിച്ചു കൊടുത്തോളാം. അല്ലെ, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് കുതിരാന്റെ അകം കാണാത്ത ആൾക്കാർക്ക് ഏകദേശം എനിക്കൊന്ന് 1 കിലോമീറ്റർ ഉണ്ട് തോന്നുന്നുണ്ട്. ഏകദേശം 1 കിലോമീറ്ററോളം ഉണ്ട്. അതെ അതെ, കുതിരാന്റെ അകം. ഇതിന്റെ ഉള്ളിൽ കൂടെ പാസിംഗ് അലൗഡ് അല്ലെന്ന് നടന്നിട്ടാ? നടന്നു പോകാൻ അലൗഡ് അല്ല. പിന്നെ എങ്ങനെ പോവാ? ഇതല്ലേ സൈഡിലുണ്ടല്ലോ. പക്ഷെ അത് അലൗഡ് അല്ലെന്ന് തോന്നുന്നു. ഇതുവരെ ഞാൻ ഇതുവരെ അതിൽ കൂടെ ആരും നടന്നു കണ്ടിട്ടില്ല. അല്ല, ആൾക്കാർ എങ്ങനെ പോവാ? പോകേണ്ട ആവശ്യം വരില്ല. അങ്ങനെ കണ്ടിട്ടില്ല. വാഹനത്തിലായിരിക്കും പോവാ അല്ലെ? മിക്കവാറും വാഹനത്തിലായിരിക്കും പോകും. പിന്നെ അപ്പുറത്തായിട്ട് കട്ട് ചെയ്യാൻ വേണ്ടി 2 ഇത് കൊടുത്തിട്ടുണ്ട്. 2 കട്ടിങ് ഉണ്ട്. അതെ, ഇപ്പൊ അവിടെ ഒരെണ്ണം വരും. എക്സിറ്റ് അല്ലേ? എമർജൻസി എക്സിറ്റാ. കാരണം ഇതിന്റെ ഇടയിൽ എന്തൊക്കെ സംഭവിച്ചു പോയിട്ട് ബ്ലോക്ക് ആയാലേ അവർക്ക് തിരിച്ചു വിട്ടിട്ട് അപ്പുറത്തെ ലൈനിലേക്ക് അപ്പുറത്തെ ലൈനിൽ കിടക്കാം. പിന്നെ അതുവഴി അവർക്ക് 2 വേ ആക്കാലോ. ഇപ്പൊ 1 വേ ആണെങ്കിലും 2 വേ ആക്കിന് വാഹനങ്ങൾ വിടാലോ. അതുകൊണ്ട് ബ്ലോക്ക് ആവില്ലല്ലോ. അന്ന് ഇതിന്റെ ഒരു വർക്ക് നടന്നപ്പോ അങ്ങനെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത് കുറെ നാളത്തേക്ക്. കുറെ നാൾ അതുവഴിയായിരുന്നു പോയത്. ആ ഒരു ലൈനിൽ കൂടെ തന്നെ പോയിക്കൊണ്ടിരുന്നത്. ഇതിന്റെ ഒരു വലിയ മൊത്തം ആർച്ചെങ്ങാണ്ട് എടുത്ത് മാറ്റിയായിരുന്നു. ഓ, അതിനു വേണ്ടിയിരുന്നു. എന്തിനാ വേണ്ടിയെന്ന് അറിയില്ല. പക്ഷെ കുറെ നാളത്തേക്ക് അതിന്റെ പണിയായിരുന്നു. ലീക്ക് ഉണ്ടായിട്ടുണ്ടാവില്ലേ? മിക്കവാറും ഇവിടെ ഒരു വെള്ളച്ചാട്ടം ഇത് കഴിയണ വഴി അങ്ങ് ഉണ്ടാവാറുണ്ട്. ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം ഇപ്പൊ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഇപ്പൊ ഇല്ല. അത് മഴ ഇച്ചിരി പെയ്യുമ്പോഴേക്കും അവിടെ നല്ല വെള്ളച്ചാട്ടമായിരുന്നു. ഈ ലോറിക്കാരൊക്കെ നോർത്തിൽ നിന്നുള്ളവരൊക്കെ അവിടെ ഇറങ്ങി കുളിക്കണതാണ്. നമ്മൾ ഈ രാത്രി പാസ് ചെയ്യുന്നോണ്ട് ശ്രദ്ധിക്കുന്നില്ലല്ലോ. ഇനി ശ്രദ്ധിക്കാം. മഴ പെയ്യുന്ന സമയത്ത് മഴ പെയ്യുന്ന നല്ല വെള്ളച്ചാട്ടം. അല്ല, ഇതുവഴി പോകുന്നുണ്ടെങ്കിൽ ഇനി ശ്രദ്ധിക്കാം. പിന്നെ അവിടെയാണ് മറ്റേ ആ ഒരു ഇടിഞ്ഞൊക്കെ പോയ സ്ഥലത്ത് ആ ഒരു കെട്ടിയേക്കണുണ്ടോ ഇവിടെയാ? അതവിടെ അങ്ങനെയൊക്കെ സംഭവം ഉണ്ടായിരുന്നു. അവിടെയൊക്കെ ഇടിഞ്ഞു പോയിട്ട് കുറെ നാളത്തേക്ക് ഈ ലൈനിൽ കൂടെ തന്നെയാ പോയിക്കൊണ്ടിരുന്നത്. ഓഹോ, ഫുള്ളി ഇരുട്ടായി. അപ്പൊ കാണാത്ത അവസ്ഥയായി.
രാവിലെ വന്ന് ഇവിടെയൊക്കെ നല്ല മഞ്ഞൊക്കെ മൂടിക്കണ കാണാം. നല്ല ഭംഗിയുണ്ടാവും അല്ലേ? നല്ല ഭംഗിയാണ് ഇവിടെ. എന്റെ കഴിഞ്ഞ നമ്മുടെ ബന്ദിപ്പൂർ വീഡിയോയിലൊക്കെ നല്ല മഞ്ഞിന്റെ കോടമഞ്ഞുണ്ടായിരുന്നു. അതൊക്കെ വീഡിയോയിലുണ്ട്. അതൊക്കെ കാണാൻ പറ്റും. പകൽ സമയത്തും രാത്രി സമയത്തും മഞ്ഞുള്ള 2 വീഡിയോ. ഒന്ന് ബന്ദിപ്പൂരിലേക്ക് കൂടി പോകുന്നത് നാട് കാണിക്കുന്നത്. ഇവിടെ ഒരു ഇതുണ്ടല്ലോ, ഒരു വെള്ളത്തിന്റെ പാസിങ്ങുള്ള അത് ഇതൊരു അതിന്റെ പേര് പറഞ്ഞല്ലോ, ഒരു ചെറിയ കനാൽ പോലത്തെ സെറ്റപ്പ്. ആ കനാലിന്റെ സെറ്റപ്പ് ഇപ്പൊ തന്നെ നമ്മൾ അതിന്റെ അടിയിൽ ടീച്ചി ഡാമിലേക്കുള്ള അല്ലെ, ടീച്ചി ഡാം അണക്കെട്ട എന്തോ അവിടത്തേക്കാന്ന് തോന്നുന്നുണ്ട് അല്ലെ. അത് ഇത് കാണാൻ പറ്റുമോന്ന് അറിയില്ല. അതും കാണിക്കാൻ ശ്രമിക്കാം. പക്ഷേ ഈ നൈറ്റിലായോണ്ട് അത് കാണാനൊരു പാട് വരുന്നുണ്ട്. കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഇനിയിപ്പോ ഈ പുറത്തെ ഇരുട് മാത്രം കാണുന്നോണ്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് സ്കിപ്പ് ചെയ്ത് പോകുമെന്ന് അറിയില്ല. ഇതിപ്പോ നമ്മുടെ സംസാരം മാത്രല്ലേ അവർ കേൾക്കുന്നു. ഒരേപോലത്തെ കാഴ്ചയല്ലേ കാണുന്നത്, അതായത് ഇരുട്ട് പുറത്ത്. റോഡ്. അതുകൊണ്ട് ഇനിയിപ്പോ പക്ഷെ ഇവിടെ വന്നവർക്ക് അറിയാം ഇതിന്റെ ഒരു ഇത്. ഇതാണ് ആ സാധനം. കാണാൻ പറ്റുന്നുണ്ടാ? ചെറുതായിട്ട് കാണാൻ റിഫ്ലക്ടർ ഒക്കെ ഉള്ളതുകൊണ്ട് കാണാലോ. എന്നിരുന്നാലും അത് നമുക്ക് നാളെ തിരിച്ചു വരുന്ന സമയത്ത് തിരിച്ചു വരുമ്പോൾ കാണിക്കാലോ. അടുത്ത വീഡിയോയിലോ അല്ലെങ്കിൽ ഈ വീഡിയോന്റെ ബാക്കിയിലോ എങ്ങനെയെങ്കിലും കാണിക്കാം. ഇതും കുതിരാനും ഇത് രണ്ടും കാണിക്കാന്നുള്ള എന്റെ വാക്കാ. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിട്ട്, കാണാത്തവർക്ക് വേണ്ടിട്ടുള്ള, കാണാത്തവർക്ക് വേണ്ടി. അതെ. അപ്പൊ നമ്മള് ഈ വീഡിയോ നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. കാരണം ഇനിയിപ്പോ ഫുൾ ഇരുട്ടായി. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ഇങ്ങനെ എന്താ പറയാ, വെറുതെ റോഡ് കണ്ടിട്ട് ഒരു കാര്യമില്ല. അപ്പൊ നമ്മള് എത്രയും പെട്ടെന്ന് ഇനിയിപ്പം വീഡിയോ വൈൻഡപ്പ് ചെയ്തിട്ട് അങ്കമാലി നമ്മള് കൊച്ചി പിടിക്കാം. അപ്പൊ ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറന്നു പോകരുത്. കമന്റ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞങ്ങൾ ആ കമന്റ് അനുസരിച്ചാണ് പിന്നെയുള്ള വീഡിയോസിനകത്ത് ഞങ്ങളുടെ എല്ലാം ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അതെ. കുറവുകളുണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞ് ഇമ്പ്രൂവ് ചെയ്യാം. അതെ, കമന്റ് നമ്മള് എപ്പോഴും നമ്മള് നല്ല കമന്റ് ഒന്നല്ല നമ്മൾ പ്രതീക്ഷിക്കുക. കാരണം നമ്മുടെ പോരായ്മകളൊക്കെ നമുക്ക് ചൂണ്ടിക്കാട്ടണം. അത് എനിക്കിപ്പോ 1-2 വീഡിയോസിന് ഇപ്പൊ കമന്റ്സ് അങ്ങനെയുള്ള വരാൻ തുടങ്ങിയിട്ടുണ്ട്. അത് നല്ല കാര്യം. കാരണം എനിക്കറിയാത്ത കാര്യങ്ങൾ ഇപ്പൊ ഞാൻ തെറ്റായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പറയുമ്പോ ഒരു ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ കഴിഞ്ഞൊരു വീഡിയോന് എന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് റോങ് ആന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ചേട്ടൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. കാരണം അത് കറക്ഷൻ ചെയ്യാലോ. നമുക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞത് തെറ്റ് ഇപ്പൊ എന്നിലെ കൂടി കുറെ ആൾക്കാർ കേട്ടാ അവരും അത് തെറ്റായിട്ട് എടുക്കും. അവര് എന്താ ശരിയാവുന്നത്, പക്ഷെ തെറ്റായിരിക്കും. അപ്പൊ അത് എനിക്ക് പറഞ്ഞിട്ട് തിരുത്താലോ. അപ്പൊ അങ്ങനത്തെ ഞാൻ പറയുന്ന വാക്കുകളും, അതായത് എന്റെ സ്റ്റേറ്റ്മെന്റ് തെറ്റുണ്ടെങ്കിൽ നിങ്ങളത് ക്ഷമിക്കണം, ഓർക്കണം. നിങ്ങളത് എന്ത് ചെയ്യണം, അതിനെ അറിയുന്നവരത് പറഞ്ഞു തരണം. തീർച്ചയായും പറഞ്ഞു തരണം. ഞങ്ങൾ അടുത്ത വീഡിയോയിൽ അത് റെഡിയാക്കി. അതെ, അതിനെപ്പറ്റി നമ്മൾ തിരുത്തി പറയുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും എന്റെ വക ബൈ ബൈ. അപ്പൊ പീസിന്റെ വകയും ബൈ ബൈ. എല്ലാരും ഹാപ്പി. ഗുഡ് നൈറ്റ്.